റെസിപ്പി പറഞ്ഞുതരാം, പക്ഷേ അളവും തൂക്കമൊന്നും ചോദിക്കരുത് കേട്ടോ. ഏത് റെസിപ്പി നമ്മൾ കണ്ടാലും നമ്മുടേതായിട്ടുള്ളൊരു കയ്യൊപ്പ് നമ്മൾ അതിൽ വെക്കുമല്ലോ. അപ്പോൾ അളവൊക്കെ നിങ്ങളുടെ ഓരോ ഇഷ്ടത്തിനും കണക്കിനൊക്കെ അങ്ങോട്ട് അനുസരിച്ച് എടുത്തോളൂ. നമ്മൾ പാലക്കാടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല കൊണ്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത്. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അഭിപ്രായം എന്ന് കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു ബഹുമാനം തോന്നി കുറച്ച് നേരം എണീച്ച് ചെന്നു. അപ്പോൾ നമുക്ക് റെസിപ്പി ആണ് കേട്ടോ. ഞാൻ റംസീന നസീർ, തട്ടിക്കൂട്ട് പരിപാടീസ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, തൈര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഒരു 10 മിനിറ്റ് വെക്കുക. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ബേ ലീഫും പട്ടയും ഗ്രാമ്പും ഏലക്കയൊക്കെ ഇട്ടിട്ട് ഉള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഉള്ളി നല്ല മുരുമുരാന്ന് വഴഞ്ഞങ്ങോട്ട് ഇല്ലാണ്ടാവണം. അതിനുശേഷം 2 തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതങ്ങോട്ട് അലിഞ്ഞും ചേരണം കേട്ടോ. രണ്ടും ഒന്ന് മിക്സ് ആയ ശേഷം അതിലോട്ട് ഒരു പച്ച മസാല ഞാൻ ചേർത്ത് കൊടുത്തില്ലേ, അതെന്താണെന്നറിയോ? ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതും കൂടി അരച്ച പേസ്റ്റ് ആയിരുന്നു. അതിട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയ ശേഷം മുളക് പൊടി, ഗരം മസാല, 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനും നല്ലോണം മിക്സ് ആക്കിയ ശേഷം നേരെ ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളമൊക്കെ തിള വന്ന ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തു. ഉപ്പുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പുതിന ഇട്ട് കൊടുക്കണം. പുതിന ഇല്ലാത്തതുകൊണ്ട് മല്ലിയില മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട്. 1/2 kg അരിക്ക് 1/2 kg ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനാവുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണം. പകുതി നാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനീഗറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബിരിയാണി ദമ്മിട്ടു. വെള്ളമൊക്കെ വറ്റി റൈസൊക്കെ വെന്ത് ബിരിയാണി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ബിരിയാണി ഇഷ്ടമുള്ളവരെ ഒന്ന് കമൻറ്റിൽ വന്ന് പറയണം കേട്ടോ. അല്ലാത്തവരും ഒന്ന് കമൻറ്റിൽ എന്തെങ്കിലുമൊക്കെ വന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ.